അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ഫുഡ് കൊണ്ടുപോവുക. ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക, നമുക്ക് തണുപ്പടിക്കാത്ത രീതിയിലൊക്കെ. പിന്നെ മെഡിസിൻസ്, എല്ലാ മെഡിസിൻസ് എടുക്കണം. ചെവി വേദനയ്ക്ക്, മൂക്ക് ജലദോഷം, മൂക്കടഞ്ഞാലുള്ള ഒറ്റുമരുന്നും അതിനുള്ള മെഡിസിൻസും, മൂക്ക് ജലദോഷം വരാതിരിക്കാനുള്ള ടാബ്ലറ്റ്, എല്ലാ ടാബ്ലറ്റും ഞാനൊരു കിറ്റായിട്ട് ഞാൻ കൊണ്ടുപോയത്. തലവേദനയ്ക്ക് ക്യാമ്പർ ഇത് കിട്ടും, പച്ചക്കർപ്പൂരത്തിൻ്റെ തൈലം, എണ്ണ, അതൊക്കെ മൂക്കിലേക്ക് നല്ലതാട്ടോ. മൂക്കൊക്കെ വേഗം തുറക്കും. തൊണ്ടവേദനയ്ക്ക്, ടോൺസസിന്, കണ്ണ് ചൊറിച്ചിലിന്, വയറിളക്കത്തിന്, പനിക്ക്, മേലും കൈ വേദനയ്ക്ക് ഒക്കെ. പിന്നെ ഡീപ് ഹീറ്റ്, കാലും കൈയും ഇതൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ വേദന വരാതിരിക്കാനുള്ള സ്പ്രേ എടുക്കുക. ഇതെല്ലാം എടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ. പിന്നെ കിറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ നമ്മുടെ കൈയും കാലും ഓയിലായിട്ട് ഇരിക്കാനും, ചുണ്ട് ഇതാവാനും, പിന്നെ തല നമ്മൾ കുളിക്കൊന്നും ഉണ്ടാവില്ല, അപ്പം ഇത്തിരി ഓയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഒന്നെങ്കിൽ കണ്ടീഷണറോ ഇല്ലെങ്കിൽ ഓയിൽ, ഹെയർ ഓയിലൊക്കെ എടുക്കുക. അങ്ങനെ പിന്നെ തുണി ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കും പോലെ ഇരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ, ഞാനൊക്കെ ഞാൻ കുറച്ച് ഡ്രൈ വാഷിന് അവിടെ കൊടുക്കേണ്ടി വന്നു. കാരണം ഡ്രസ്സ് ഇല്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. അതായത് നമ്മൾ എത്ര തന്നെ 2-3 ദിവസമൊക്കെ നമ്മൾ അതിനെ ഇട്ടിട്ട് നമുക്ക് തന്നെ ഒരു ഇതുപോലെ വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ അതിനെ ഇട്ട് നിൽക്കാം. പക്ഷേ നിങ്ങൾക്ക് അല്ല, എനിക്ക് ഇത്രയും ഫ്രഷ് ആവണമെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും. നമ്മൾ ആ ഓൾഡ് ഡ്രസ്സ് തന്നെ, അഴുക്ക് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നമുക്ക് തന്നെ ശരീരം ഒരു മുഷിനിൽ വരും. നിങ്ങൾക്ക് അവിടെ ഡ്രൈ വാഷിന് കൊടുക്കാം, പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഒരുപാട്, ഒരു പാൻറ്റ്, നിറയെ പാൻറ്റ്, ഡിസ്പോസൽ പാൻറ്റീസ് 2 പാക്കറ്റ് വാങ്ങിച്ചോളൂ. കാരണം നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് കളയാം. അല്ലാണ്ട് ഇന്നർ വെയറൊക്കെ അവിടെ നനച്ചിട്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഉണങ്ങില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഈറിനോടെ നമുക്കത് പെട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് സ്മെല്ലടിക്കും, ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ ഡിസ്പോസൽ പാൻറ്റീസാണ് ഞാൻ ഇത്രയും പേരെ ഉപയോഗിച്ചത്. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. പിന്നെ പാമ്പേഴ്സ്, ഡയപ്പർ, അത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെയും യൂറിൻ പാസ് ചെയ്യാൻ സൗകര്യങ്ങളൊന്നുമില്ല. 1-2 സ്ഥലത്തൊക്കെ കിട്ടും. ബാക്കിയൊക്കെ നമ്മൾ റോഡ് സൈഡ്, ഓപ്പൺ സൈഡിൽ നിങ്ങൾ ഇരിക്കേണ്ടി വരും. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഞങ്ങളൊക്കെ പോയി, വേറെ നിവൃത്തിയില്ല. വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ചെറിയൊരു കോപ്പ എടുത്തിട്ട് പോകാം. നമ്മൾ വണ്ടിയിൽ കിട്ടുന്ന വെള്ളം കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം. ചെറിയൊരു കോപ്പ എടുക്കുക, കയ്യിൽ വെക്കാം. നിങ്ങൾക്ക് പോകുമ്പോൾ അത് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ അനുഭവം പറയാം കേട്ടോ. പോണവരെ ചെറിയൊരു മഗ് എടുത്തോളൂ കയ്യിൽ, നമുക്ക് വാഷ് ചെയ്യും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒക്കെ. പിന്നെ ഡയറിയ, നമുക്ക് മോഷനൊക്കെ എന്താ പറയുക, എനിക്കൊക്കെ വയറിങ്ങനെ ലൂസ് മോഷൻ ചെറുതായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി, നിവൃത്തിയില്ല. അപ്പോൾ ഞാനൊരു എന്തോ ദൈവം സഹായിച്ച് ബാത്റൂം എന്തോ അങ്ങനെ വേഗം പിടിച്ചിരിക്കുക ഒക്കെ ആയിരുന്നു. കുറച്ച് ചില സ്ഥലത്തൊക്കെ എനിക്ക് ഭയങ്കര വയറൊക്കെ ഒരു ലൂസ് മോഷനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ ദൈവം സഹായിച്ചെന്തോ അങ്ങനെ എമർജൻസിക്ക് പോകേണ്ടി വന്നില്ല. പക്ഷേ ബാത്റൂം എത്തുമ്പോൾ ഒക്കെ പോവുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ചിലപ്പോൾ വയറ് ഇളകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. അപ്പോൾ പാമ്പേഴ്സ് കയ്യിൽ വെക്കുക, ഈ മഗ് കയ്യിൽ വയ്ക്കാം, കോപ്പ, ഈ മഗ് ഒക്കെ ഒരു ചെറിയൊരു മഗ് കിട്ടുമല്ലോ, ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കൊണ്ടുപോവുക, അത് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ വൈറ്റ് വെപ്പ്, ഈ വൈറ്റ് വെപ്പ്, അത് പിന്നെ ടിഷ്യൂസ് ഉപയോഗിക്കുക. ടിഷ്യൂസ് നിറയെ വേണം. പിന്നെ ഈ എന്താ പറയുക, അങ്ങനെ ഡയപ്പറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കുറച്ച് അധികം വാങ്ങിച്ചോളൂ. ഞാൻ പറയുന്നത് കൈലാസയാത്രയ്ക്ക് പോകണതിൻ്റെ 1 മാസം 2 മാസം മുമ്പേ അല്ല പർച്ചേസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പം തന്നെ കളക്ട് ചെയ്തിട്ട് ഒരു പെട്ടിയിലാക്കി വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഇത്ര ബേർഡൻ വരില്ല പൈസയുടെ എമൗണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ പോവുകയാണെങ്കിൽ തന്നെ ഓരോ മാസം ഓരോന്ന് വാങ്ങി വെച്ചോളൂ. ഡയപ്പർ ആയിക്കോട്ടെ, കുറച്ച് സ്വെറ്റർ ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, ഓരോ മാസം 2 മാസം കൂടുമ്പോൾ ഓരോന്നോരോന്ന് കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ബേർഡൻ വരില്ല പോകാറാകുമ്പോൾ. അല്ലെങ്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു 15,000 റുപ്പീസ് ആവും പർച്ചേസ് ചെയ്യാൻ. 10,000 to 15,000 ആവും ഒരാൾക്ക്. നല്ല ക്വാളിറ്റി വേണമല്ലോ. കാരണം ഷൂസ് തന്നെ 4,000 വരും. പിന്നെ സ്വെറ്റർ നല്ലതൊന്ന് വരും 5,000. അത് സ്ലീപ്പിംഗ് ബാഗ് വരും എത്ര 4,000 രൂപ 3,000 രൂപയ്ക്കാണ്. അപ്പം നിങ്ങൾ എങ്ങനെ 20-25,000 ഒക്കെ വരും. നിങ്ങൾ ഇതെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഡയപ്പറും ടിഷ്യൂസും മെഡിസിൻസൊക്കെ 1,000 രൂപ വരും.
എല്ലാം കൂടി മെഡിസിൻസ് വാങ്ങി വരുമ്പോഴേക്കും എനിക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സ്, നമ്മുടെ ഈ ഡ്രസ്സ്, അതായത് ഇങ്ങനത്തെ കാഷ്വൽ ഡ്രസ്സ് നിങ്ങൾ കളയേണ്ട വീട്ടിലുള്ളത്. കൈലാസയാത്രയ്ക്ക് വേണ്ടി അലക്കി നിങ്ങൾ ഇസ്ത്രി ഇട്ടിട്ട് പെട്ടിയിലാക്കി എല്ലാം എടുത്ത് വെക്കും. അപ്പോൾ കളയണ്ട. എല്ലാം യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ പഴയ ഡ്രസ്സൊക്കെ തന്നെ നമ്മൾ യാത്രയ്ക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഫുൾ ഇതല്ല, അപ്പോൾ ആരും കാണാനൊന്നും ഉണ്ടാവില്ല. ഓൺലി എയർപോർട്ടിലേക്ക് മാത്രം നല്ലതൊന്നും വരുമ്പോൾ നല്ലതൊന്നും എടുക്കുക. ബാക്കിയൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പം തന്നെ ഒരു പെട്ടിയിലാക്കി ശേഖരിച്ച് എടുത്ത് വെക്കും. കാരണം എനിക്ക് എൻ്റെ അബദ്ധം ഞാൻ നിങ്ങൾക്ക് വരണ്ട പറയുക. അപ്പോൾ ആ സമയത്തൊക്കെ ഇത്ര എമൗണ്ട് വരില്ല. എന്തെങ്കിലും 2 or 3 കാര്യങ്ങൾ മാത്രം വാങ്ങിയാൽ മാത്രം വാങ്ങിയാൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ ഷൂസ് ആ സമയത്ത് വാങ്ങിയാൽ മതി. കാരണം നിങ്ങളുടെ കാലോ ആ സമയത്ത് എന്താണ് കുറച്ച് നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് വാങ്ങിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു പെട്ടിയിലാക്കി കൈലാസ് യാത്രയ്ക്കുള്ള ഒരു നല്ലൊരു പെട്ടിയിൽ എന്നും നല്ല ദിവസം നോക്കി നല്ലൊരു മാസം നോക്കി വാങ്ങിയിട്ടിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങുക. പിന്നെ കൈലാസ് യാത്ര അങ്ങനെ ഇതൊക്കെ ചെയ്യുക. ഈ ഒരു എക്സ്ട്രാ 10 കിലോ നിങ്ങളുടെ ഫുഡിന് വേണ്ടി നിങ്ങൾ ശേഖരിച്ച് മാറ്റി വയ്ക്കുക. അത് ഞാൻ പറയുക. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ പെടും. നല്ല എനർജി ഡ്രിങ്ക് ഗ്ലൂക്കോസ് വാങ്ങണം, എനർജി ഡ്രിങ്ക് വാങ്ങണം, പൊടി കിട്ടും. പിന്നെ നല്ല അരി വീട്ടിൽ നിന്ന് അരി കൊണ്ടുപോവുക, ഇഞ്ചക്ഷൻ ഇതൊക്കെ കൊണ്ടുപോവുക. അങ്ങനെ ഒരു 10 കിലോ എക്സ്ട്രാസ് ഇത് മാത്രം മാറ്റി വയ്ക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ പരദേവതയും തട്ടകത്തിലമ്മയും കുലദേവതമ്മയും ഗുരുവായൂരപ്പനെയും മഹാദേവനും ഒക്കെ എല്ലാവരും ദർശിച്ചിട്ട് അവിടുത്തെ അനുവാദത്തോടൊക്കെ പോവുക. അനുവാദം വാങ്ങിയിട്ടൊക്കെ വേണം പോവാൻ. അത് കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ കൈലാസയാത്ര എന്ന് പറയുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. എൻ്റെ പേരക്കുട്ടി, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, എൻ്റെ വീട് എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ ഇതാവരുത്. നിങ്ങൾ സ്ട്രേറ്റ് പിന്നെ ഭഗവാനെ മാത്രമേ ലക്ഷ്യം പാടുള്ളൂ. ആ ഭഗവാനെ മാത്രമേ ലക്ഷ്യമാക്കിയിട്ട് വേണം നിങ്ങൾ പോവാൻ. ഒരിക്കലും അവിടെ എത്തിയിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകണം, എനിക്ക് ഭഗവാനെ കണ്ടുമ്പോൾ എനിക്ക് പേടിയാവുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഈ ടച്ച് കൈലാസം കൂടെ പോയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് വേഗം തോന്നി. എന്നുവെച്ചാൽ കാരണം ഈ ഹിമശൃംഗിയും അല്ല മോജിയമ്മയുടെ കൂടെ അല്ലല്ലോ. ഹിമശൃംഗി എന്തായാലും നമ്മൾ കൂട്ടിക്കൊണ്ട് പോയില്ല. അദ്ദേഹം വേറൊരു കണക്ഷൻ ആക്കി തരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെയാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് അറിയില്ല. അതുകൊണ്ട് ഹിമശൃംഗിയുടെ കൂടെ നിങ്ങളൊന്ന് പോകാൻ ശ്രമിക്കൂ. നല്ല പൈസ, ഒരുപാട് ബേർഡൻ അല്ല. 2,45,000 ആണ് എന്തായാലും വരും. ഓരോ വർഷം ഈ ചൈന എത്ര എമൗണ്ട് കൂട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് വരിക. എക്സ്ട്രാ എന്താ പറയുക, മുക്തിനാഥ് താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യം ഇല്ല പറഞ്ഞാൽ ഈ എമൗണ്ടിൽ ഒതുങ്ങും. നിങ്ങൾക്ക് മുക്തിനാഥും കൂടി പോകണമെന്ന് പറഞ്ഞാൽ ഈ 3 lakhൻ്റെ അടുത്ത് വരും. 290 വരും. 290-95 അടുത്ത് വരും. അപ്പോൾ ടച്ച് കൈലാസം കൂടെ പോയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കൂടെ വന്ന ഗ്രൂപ്പ് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു അവരെ മാനേജ്മെൻറ്റ് തീരെ പോരാ, അവർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു ഓരോ കാര്യങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഈ നേപ്പാൾ ബോർഡർ, ചൈനയും നേപ്പാൾ ബോർഡർ കട്ടേകൊല പറഞ്ഞ സ്ഥലത്ത് നമ്മളെ പിടിച്ചിട്ടു 4 ദിവസത്തോളം. ഒരു റൂമിൽ 5 പേരായിരുന്നു. അതിലെന്തോ ദൈവം സഹായിച്ച് മഞ്ജു ചേച്ചി, ഞാൻ എൻ്റെ മോളൊക്കെ ആയിരുന്നു. ഒരൊറ്റ ബാത്റൂമും. പിന്നെ അവിടെ 3-4 ദിവസം അവർ ഫുഡൊന്നും ശരിയല്ല. 1-2 പ്രാവശ്യം മാത്രം എൻ്റെ അരി കൊടുത്തിട്ട് ഞാൻ ഇത്തിരി വെച്ച് കഴിച്ചു. അത് ചെയ്യാം. അപ്പോൾ ഫുഡൊന്നും ശരിയല്ല. എന്നിട്ട് വേറെ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്തിട്ടൊക്കെ ചായ വെളിയിൽ നിന്ന് കുടിക്കുക, ഒരു നൂഡിൽസ്, അങ്ങനെ എന്തൊക്കെ കുറച്ച് ചെയ്യേണ്ടി വന്നു. കുറച്ച് ബുദ്ധിമുട്ടിയാവും. നേപ്പാൾ ബോർഡർ കേട്ടോ. പിന്നെ ബാത്റൂമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവിടെ നേപ്പാൾ ബോർഡറിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. അവിടെ അങ്ങനെയായിരുന്നു. ഒരു ദിവസം കഷ്ടി താമസിക്കാം, പിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് പറഞ്ഞാൽ എന്താ, നമ്മൾ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. 4 ദിവസം അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. കുറച്ച് ബുദ്ധിമുട്ടിയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ചൈന ഇമിഗ്രേഷൻ കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ചൈന കെയറോൺ പറഞ്ഞ സ്ഥലത്ത് നല്ല റൂമാണ്, നല്ല അന്തരീക്ഷം, നന്നായിട്ടുണ്ട്. ഫുഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഫുഡ് കേട്ടോ, അതായത് ഈ ടീം ഉണ്ടാക്കി തരുന്ന ഫുഡ്. പക്ഷെ അവർ കെയറോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട് സൈഡിൽ പോയിട്ട് പിസ്സയോ പിന്നെ അവിടുത്തെ ചൈന ഫുഡൊക്കെ നമുക്ക് വയറിന് സ്യൂട്ട് ആവണ്ടേ. നമുക്ക് അസുഖം വന്ന് എന്ത് ചെയ്യും? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫുഡ് നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, നോക്കി കണ്ടുമൊക്കെ ചെയ്യുക.
കേരളത്തിൽ 2 ദിവസം അവിടെ നിന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഞങ്ങൾ പിന്നെയാണ് സാഗേലേക്ക് പോയത്. സാഗേയിലേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് എൻ്റെ ഭഗവാനെ, അവിടുന്ന് കുറച്ച് നമ്മൾ ഓക്സിജൻ ലെവലൊക്കെ കുറച്ച് ഇതാവാൻ തുടങ്ങും. റൂമിലൊക്കെ ഓക്സിജൻ ഇതൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റൂമാട്ടോ. റൂമൊക്കെ സൂപ്പർ 5 സ്റ്റാർ 4 സ്റ്റാർ പോലെ ഫെസിലിറ്റീസ് ഉള്ള റൂംസൊക്കെ അടിപൊളി റൂമാണ്. എല്ലാം കൊണ്ട് നന്ന്, ബാത്റൂമൊക്കെ നന്ന്. ഫുഡും അവിടെയും നമുക്ക് ഒന്നും പറ്റിയില്ല. ഫുഡൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ചിലപ്പോൾ കഴിക്കില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ രാത്രിയൊക്കെ അവിടെ എത്തിയിട്ട് 2 ബ്രെഡും ജാമൊക്കെയാണ്. എന്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ അവിടെ 2 ദിവസം സാഗയിൽ പിടിച്ച് ഈ ടച്ച് കൈലാശം ഞങ്ങളെ പിടിച്ചിട്ടു. എന്തിനാ ഏതനെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങളെ പിടിച്ച് അവിടെ പിണ്ടു ഇട്ടു. അങ്ങനെയും കുറച്ച് അവിടെ ഓരോ ഭാഗത്ത് ഈ 2-3 ദിവസമൊക്കെ പിടിച്ച് നിർത്തിയിട്ടു. ഡ്രസ്സില്ല വേറെ ഇടാൻ. എന്ന് വെച്ചാൽ നേപ്പാളിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് അവിടെ വെക്കും. പിന്നെ കൈലാസയാത്രയ്ക്കുള്ള കുറച്ച് ഡ്രസ്സ് മാത്രം അവർ തരുന്ന ഒരു ബാഗുണ്ട്. ആ ബാഗിലാണ് നമ്മൾ വീണ്ടും ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. നമ്മുടെ നേപ്പാളിൽ നമ്മുടെ സാധാരണ പെട്ടിയൊക്കെ അവിടെ വെക്കും. അതിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വേണം കൈലാസയാത്രയ്ക്കുള്ള. ഞങ്ങൾ വിചാരിച്ചു വേഗം കൈലാസയാത്ര ദർശനം കഴിഞ്ഞ് വേഗം എത്തുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുപോയുള്ളൂ. നോക്കിയപ്പോൾ ഓരോ ഭാഗത്തും 4 ദിവസം 3 ദിവസം 2 ദിവസമൊക്കെ അവിടെ പെട്ടു. അപ്പോൾ ഡ്രസ്സില്ല ഇടാൻ. ഭയങ്കര ബുദ്ധിമുട്ടി. എന്നിട്ട് അവിടുന്ന് സാഗയിൽ നമുക്ക് ഓക്സിജൻ എന്നിട്ട് ഡ്രസ്സ് അലക്കാൻ പറ്റാണ്ട് സാഗയിൽ ഞാൻ കുറച്ച് എമൗണ്ട് പേ ചെയ്തിട്ട് എൻ്റെ മോളുടെ ഉണ്ടായിരുന്നല്ലോ ഡ്രസ്സൊക്കെ അലക്കി അവിടുന്നും നമുക്ക് ഡ്രൈ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡ്രസ്സും അതും കൊണ്ട് വേണം നമുക്ക് സാഗയിൽ നിന്ന് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോകാൻ. മാനസരോവർ യാത്ര ആ സാഗയിൽ നിന്ന് മാനസരോവറിലേക്ക് പോകുമ്പോഴാണ് ഞാൻ എല്ലാവരും പറയുക, നമ്മൾ വണ്ടിയിലിരുന്ന് ഉറങ്ങരുത്. ഉറക്കം നമ്മൾ എപ്പോഴും വേണമെങ്കിൽ ഉറങ്ങാമല്ലോ വീട്ടിൽ. നിങ്ങൾക്ക് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും സാഗേന്ന് മാനസരോവർ കൈലാസം എത്തി ആ പോണ വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ, കുറേ നദികൾ, കുറേ പല രൂപങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സാഗേന്ന് കൈലാസം എത്തുമ്പോൾ ഒക്കെ കുറേ മീറ്റിയോഴ്സ് വീണത്, നക്ഷത്രങ്ങൾ വന്ന് വീണത്, ഉൽക്ക, സ്വർണ്ണ 5 എണ്ണം. അത് ലക്കുള്ളവർ ഭാഗ്യമുള്ളവരാണ് അത് കാണുക. അത് ഞാൻ എൻ്റെ മോളും കണ്ടു. 5 സ്വർണ്ണ അരയന്നങ്ങളെ കണ്ടു, 5 എണ്ണം. പിന്നെ സ്കെലിട്ടൺ കണ്ടു, ഒരു മനുഷ്യൻ്റെത്, നായയെ കണ്ടു, പിന്നെ അരയന്നങ്ങളെ കണ്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയാട്ടോ, ആ പിന്നെ അങ്ങോട്ട് കൈലാസത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓരോ മലകളും പല രൂപങ്ങളാണ്, പല 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 രൂപങ്ങളാണ്. മൂക്ക്, ചുണ്ട്, കണ്ണ് ഒക്കെ ഇങ്ങനെ അവർ ജീവനോട് നമുക്ക് കാണിച്ചു തരില്ല. പക്ഷെ അവരിങ്ങനെ കിടക്കുന്നത്, മലയിൽ കിടക്കുന്നതും ഓരോ മല രൂപത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഭഗവാന്റെ ഭൂതഗണങ്ങളെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ശിവനും പാർവതി ഇങ്ങനെ തല ഇടുപ്പോട് ഇങ്ങനെ നമ്മൾ ബസ്സിൽ വരുന്നതൊക്കെ അവർ നമ്മളിങ്ങനെ വാച്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മളെ സുരക്ഷിതമായി അവരുടെ അടുത്ത് എത്തിക്കുക, അവരെ നമ്മൾ തിരിച്ച് വീടെത്തിക്കും വരെ അവർ ആ രൂപം നമുക്ക് സാദൃശ്യം കാണാൻ സാധിക്കും. ചിലപ്പോൾ ഗജമുഖം, ആനയുടെ മുഖം, പല രൂപങ്ങൾ ആ മലയിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് സാഗേന്ന് മാനസരോവർ കൈലാസം എത്തും വരെ പല രൂപങ്ങളും. അതുകൊണ്ട് ഉറക്കമൊക്കെ നിങ്ങൾ ക്ഷീണം ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങും. എപ്പോഴും അറിയാൻ കാണുക എന്നറിയില്ല. അങ്ങനെ ഞാൻ കുറേ ക്യാപ്ചർ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ. കുറച്ച് ഞാൻ ഇതിൽ വീഡിയോയിൽ ഞാൻ വ്ളോഗിലിട്ടുള്ളൂ, കുറേ കാണാനുണ്ട്. അത് നമ്മുടെ കണ്ണാണ്, ഭാഗ്യം ചെയ്യേണ്ട കണ്ണല്ലേ. അപ്പോൾ ആ കണ്ണിന് കാഴ്ച കൊടുക്കുക, നമ്മുടെ ആത്മാവ് ആനന്ദിക്കാൻ വിടുക, അവർക്ക് വേണ്ടി സ്വതന്ത്രം കൊടുക്കുക, ഉറങ്ങാതെ ഇരിക്കുക. അവിടുത്തെ മണം, അവിടുത്തെ കാറ്റ്, ഇതെല്ലാം ചിലപ്പോൾ ചില ഭാഗത്ത് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തും. നമ്മളവിടെ ഇറങ്ങുക, ആ മണ്ണിൽ ഇറങ്ങി അവിടുത്തെ കാറ്റുണ്ടാവും കേട്ടോ, അടിപൊളിയുള്ള തണുത്ത കൊടും കാറ്റാണ്. ആ കാറ്റത്ത് നിങ്ങൾ ആസ്വദിക്കുക. തണുപ്പാണ് പണ്ട് നിങ്ങൾ വണ്ടിയിൽ ചുരുണ്ട് കൂടി ഇരിക്കരുത്. ഇറങ്ങി ഭഗവാന്റെ ആ മണ്ണ്, കൈലാസം, വൈകുണ്ഠ ലോകമാണല്ലോ കൈലാസം, ആ മണ്ണിൽ ചെന്നിട്ട് എല്ലാ പ്രദേശവും നിങ്ങൾ കണ്ട് ആസ്വദിക്കുക, മണക്കുക, ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്യാം. എന്നിട്ട് അങ്ങനെ എത്തുമ്പോൾ നമ്മൾ കൈലാസം മാനസരോവർ എത്തും. മാനസരോവർ എത്തുമ്പോഴേക്കും കൈലാസം കാണാൻ സാധിക്കും. മാനസരോവർ ആ തടാകം എത്തുമ്പോൾ അവർ പറയും മാനസരോവർ എത്തി എന്നൊക്കെ. അപ്പോൾ അവിടെ ദൂരെ നിന്ന് മഹാദേവനെ കാണാൻ സാധിക്കും. ദക്ഷിണാമൂർത്തി ഭാവമാണ് കാണുന്നത്. ആദ്യം ദക്ഷിണാമൂർത്തി ഭാവമാണ്. തൃക്കണ്ണും കണ്ണും എല്ലാം നമുക്ക് മഹാദേവനെ നല്ല രൂപത്തിലൂടെ ദർശിക്കാൻ സാധിക്കും. മാനസരോവരമാണ്. അങ്ങനെ ആ മാനസരോവറിൽ
അവർ നിർത്തി അവിടുത്തെ റൂം നമ്മൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അവിടെ ഡോമട്രിയാണ്. ചിലപ്പോൾ ഒരു റൂമിൽ 3-4 പേര് താമസിക്കേണ്ടി വരും. അവിടെ ഹീറ്ററോ ഇതൊന്നുമില്ല. കൊടും തണുപ്പ് പറഞ്ഞാൽ അങ്ങേയറ്റം -ഡിഗ്രിയാണ്. നിങ്ങൾ ചിലവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ത് വേണമെങ്കിലും. അതുകൊണ്ടൊക്കെ പ്രതീക്ഷിച്ച് മാനസരോവറിൽ ഞാൻ പേടി പെരുത്തുകയല്ല, അത്രയും പ്രൊട്ടക്റ്റോട് പോകാം, ഒന്നും സംഭവിക്കില്ല. പക്ഷേ ആ തണുപ്പത്ത് നമുക്ക് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് പോലെ ഇരിക്കും. നമ്മുടെ അവിടെ മരണം വരെ സംഭവിക്കും. ഉള്ളത് ഞാൻ പറയാം. ഞാൻ ആരും പേടിപ്പോ ചിലവരൊന്നും പുറത്ത് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ ഉള്ളതെല്ലാം പറയും. മരണം വരെ സംഭവിക്കും മാനസരോവർ ആ തണുപ്പത്ത്. സോ അത്രയും കൊടും തണുപ്പാണ്. ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ടീമിൽ ഒരാൾ 35 വയസ്സ് ഡോക്ടറാണ്. അദ്ദേഹം മരിച്ചു. മാനസരോവർ വെച്ചിട്ട് അവിടെ തന്നെ അദ്ദേഹം മരിച്ചു. നമ്മൾ ആരും അറിഞ്ഞില്ല ആ തണുപ്പ്. കാരണം എനിക്ക് മോൾക്കൊന്നും തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ പൊതച്ചിട്ട് എങ്ങനെയൊക്കെ പൊതച്ചിരിക്കുമോ അങ്ങേയറ്റം പൊതച്ചിരിക്കേണ്ടി വന്നു മാനസരോവറിൻ്റെ അവിടെ. പക്ഷേ പിറ്റേ ദിവസം എന്നിട്ട് അന്ന് വൈകുന്നേരത്തിന് ഞങ്ങൾ മാനസറിൽ പോയി. നമുക്ക് കുളിക്കണവർക്ക് കുളിക്കാം, ലേഡീസുകാർക്ക് ജെൻസിന് സുഖമായി കുളിക്കാം കേട്ടോ, യാതൊരു ഇതുമില്ല. അങ്ങനെ നിന്ന് മുങ്ങി കുളിക്കാം. അവിടെ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള കല്ലൊക്കെ എടുത്തിട്ട് വരാം, പോർഷൻ ചെയ്യാം. ലേഡീസിന് എന്താ വെച്ചാൽ എല്ലാവരും കൂടി പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അതേ ഈ സാധാരണ സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് മുങ്ങുക. നല്ല ഐസ് വെള്ളം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ശരീരം അക്സെപ്റ്റ് ആണെങ്കിൽ ആദ്യം കാലൊക്കെ നിർത്തി ഒന്ന് സെറ്റാക്കുക. പെട്ടെന്ന് പോയി ചാടി കുളിക്കരുത്, കാരണം അങ്ങേറ്റം തണുപ്പാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫ്രീസറിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കുമോ അതുപോലെയാണ് ആ വെള്ളം, ആ നദി തീർത്ഥം. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, പെട്ടെന്ന് ചാടി കുളിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. അവിടെ ഒന്ന് സെറ്റായി ശരീരമൊക്കെ ഒന്ന് അവിടെ ആയിട്ട് ആ കാറ്റൊക്കെ ആയിട്ട് തണുപ്പൊന്ന് പിടിച്ച് ഞങ്ങൾ മെല്ലെ ഒന്ന് കൈയൊന്ന് കാലൊന്ന് കുളിക്കാൻ താല്പര്യമുള്ളവരും മെല്ലെ ഒറ്റ മുങ്ങിൽ അങ്ങനെ എണിക്കുക. വേഗം പോയി ഡ്രസ്സ് എല്ലാവരും കൂടിയിട്ട്, ലേഡീസിനാണെങ്കിൽ എല്ലാവരും വട്ടത്തിൽ നിന്ന് സാരിയൊക്കെ ചുറ്റി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി നിങ്ങൾക്ക് ചെയ്യാം. അല്ല ഭയങ്കര ബുദ്ധിമുട്ടോ അതൊക്കെ ആണെങ്കിൽ എനിക്കതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ കാല് നമ്മൾ ഈ മുട്ട് വരെയൊക്കെ നനച്ചു, കയ്യും കാലും മുഖമൊക്കെ കഴുകി പോഷണമൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അതുകൊണ്ട് മാനസരോവറിൽ ഭഗവാനെ സുഖമായി കാണാൻ നമുക്ക് ജപിക്കാം, നമുക്ക് പൂജ ചെയ്യാം. മാനസറിൽ ശിവലിംഗം കൊണ്ടുപോയിട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും മൂർത്തിയെ ഇഷ്ടപ്പെട്ട് നമ്മുടെ മൂർത്തിയെ കൊണ്ടുപോയിട്ട് നമുക്ക് അതിൽ കുളിപ്പിക്കാം. നമുക്ക് നമ്മുടെ ഈ മാല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കുളിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ശുദ്ധാക്കാം. തീർത്ത് നമുക്ക് ബോട്ടിൽ, വെള്ളക്കുപ്പിയുള്ള ബോട്ടിലൊക്കെ നിറയെ വെള്ളക്കുപ്പിയുള്ള ബോട്ടിൽ കൊണ്ടുപോകാം. വെള്ളം കുടിക്കുന്ന ബോട്ടിലില്ലേ അത് കൊണ്ടുപോകാം. മറ്റേ അവിടുന്ന് ക്യാന് വാങ്ങി അതൊക്കെ കൊട്ടും കേട്ടോ. അതൊക്കെ പൊട്ടും ചെയ്യും കൊട്ടും ചെയ്യും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന കുപ്പി നിങ്ങൾ കളക്ട് ചെയ്തിട്ടും അവിടുന്ന് ബസ്സിൽ നിന്ന് തന്നെ നമ്മൾ ആ കുപ്പി കളയണ്ട. മാനസരോവർ എത്താറാകുമ്പോൾ ആ കുപ്പിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് 2 കുപ്പി നിങ്ങൾ ഇത്ര വലിയ കുപ്പി നിങ്ങൾ കൊണ്ടുവരിക. വെള്ളം നിറയ്ക്കുക, നന്നായി ടൈറ്റാക്കി മൂടിയിട്ട് നിങ്ങളുടെ ലഗേജിൽ വിടാം. പിന്നെ അവിടുന്ന് ഒരനുഭവമാണ്. അനുഭവം പറഞ്ഞാൽ അങ്ങേയറ്റം അനുഭവമാണ് കൈലാസം മാനസരോവർ. മാനസരോവർ അങ്ങേയറ്റം അനുഭവമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവങ്ങളൊക്കെ അത് ഓരോരുത്തർക്ക് കിട്ടുന്ന അനുഭവമാണ്. അത് ഭഗവാൻ തരുന്ന അനുഭവമാണ്. അത് സന്തോഷത്തോടെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് നന്ദി പറയുക. അങ്ങേയറ്റ അനുഭവം മാനസരോവറിൽ കൈലാസത്തിൽ നിങ്ങൾക്ക് കിട്ടും പറഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. അതങ്ങനെയാണ് അവിടെ, ആ മണ്ണ് അങ്ങനെയാണ്. പിന്നെ രാത്രി നേരത്ത് ആ മാനസരോവറിലെല്ലാം ആ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു കല്ല് വരും. ഒരു കല്ല് നമ്മുടെ അടുത്ത് തന്നെ അറിയാതെ വന്ന് ഇങ്ങനെ തട്ടിക്കളിക്കും. കാരണം അതിൻ്റെ ഐതിഹ്യം ആ കല്ല് നിങ്ങൾ എടുക്കുമെന്നാണ്. നിങ്ങളുടെ കയ്യിലേക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ. പിന്നെ നമ്മൾ തപ്പുക ഏതാ കല്ല് വേണ്ട, ഇങ്ങനെ നമ്മൾ ആ പളുങ്ക് പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ, പളുങ്ക് പോലെ. കാരണം നൂറ്റാണ്ടുകളോളം അതിൻ്റെ ഉള്ളിൽ വീണ തപസ്സുകൊണ്ട് ഇരിക്കുന്ന ആ കല്ല, വർഷങ്ങളോളം. ആ കല്ലിങ്ങനെ നോക്കുക, നിങ്ങളുടെ മനസ്സിൽ ആ കല്ല് എടുക്കുക, പറഞ്ഞാൽ എടുത്ത് വയ്ക്കുക. ഇത്ര കല്ലുണ്ട് ഇത്ര ഇതൊക്കെ അത് നിങ്ങൾ സൂക്ഷിച്ച് ഒരു കവറിലാക്കി നിങ്ങൾ എടുത്ത് വയ്ക്കുക, കൊണ്ടുവരിക. മാനസരോവരത്ത് മണ്ണെടുക്കാം, കല്ലെടുക്കാം, എല്ലാം ചെയ്യാം. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് രാത്രി നേരത്തെ 2:45 2 മണിക്ക് 2:15 ശേഷം മാനസരോവറിൻ്റെ നമ്മൾ താമസിക്കുന്ന റൂമിന് ജനലിൻ്റെ അടുത്ത് വന്ന് മാനസരോവർ നോക്കി നിൽക്കുന്ന അവിടെ രാത്രി നിങ്ങൾക്ക്
സാക്ഷാൽ ദേവന്മാർ വന്ന് കുളിക്കുന്നത് നിങ്ങൾക്ക് കണ്ണാൽ കാണാൻ സാധിക്കും. ശരിക്കും വന്ന് കുളിച്ചിട്ട് ശരിക്കും യഥാർത്ഥ സത്യത്തിലുള്ളതാണ് കേട്ടോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണില്ല, ചിലപ്പോൾ വെറുതെ എന്നല്ല, ശരിക്കും നിങ്ങൾ മാനസരോവറിൻ്റെ തടാകത്തിൻ്റെ ആ റൂമിൻ്റെ അടുത്ത് ജനലിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ താമസിച്ചാൽ രാത്രി അലാറം വയ്ക്കുക. 2:45 തണുപ്പാണ്, എല്ലാവർക്കും വരാൻ ബാധ്യതയായിരിക്കും. പക്ഷേ അവർ വന്ന് ആ നക്ഷത്രങ്ങൾ ഒഴുകി വന്ന് കുളിച്ചിട്ട് താഴെ ഇറങ്ങും. മുകളിൽ ഇങ്ങനെ വന്ന് ഇറങ്ങി കുളിച്ചിട്ട് അപ്പം തന്നെ പോവും അവർ നക്ഷത്രങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കാണാം. വീഡിയോ ഒക്കെ എടുക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല. അതാർക്കും അങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഓർമ്മയ്ക്കായിട്ട് ആ നക്ഷത്രം വന്ന് കുളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അനുഭവമാണ് മാനസരോവറിൽ. പിറ്റേ ദിവസം നമുക്ക് വീണ്ടും രാവിലെ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് വേഗം മാനസരോവറിൽ ഒന്നും കൂടി പോയി പോഷൻ ചെയ്യാം, മാനസരോവർ കുളിക്കാം. വീണ്ടും ആ സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ വന്നിങ്ങനെ തട്ടി കളിക്കും. ഭയങ്കര അനുഭവമായിരുന്നു അവിടെ കേട്ടോ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ അനുഭവം ഞാൻ അങ്ങനെ പൊതുവേ ഷെയർ ചെയ്യാറില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അനുഭവമായിട്ട് കിട്ടും. ഞാനവിടെ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ കുളിക്കുകയല്ല, ഇങ്ങനെ പോഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുക. മാനസരോവർ ഇങ്ങനെ കണ്ടു. കൈലാസ ഭഗവാനെ കാണാം. ചിലപ്പോൾ മഞ്ഞ് മൂടി നിൽക്കും. ചിലപ്പോൾ കൈലാസ ഭഗവാനെ ചിലപ്പോൾ ദർശിക്കാൻ സാധിക്കും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ പോയപ്പോഴാണ് ഞാനിങ്ങനെ പോവുക, ബസ്സിൽ കയറി നിൽക്കുക. ഭഗവാന്റെ അടുത്തേക്ക്, കൈലാസത്തേക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ നിൽക്കുമ്പോഴേക്കും അതിന് മുമ്പ് ഞാൻ മാനസരോവറിൽ ഒന്നും കൂടി തൊട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ പറഞ്ഞ് പോയപ്പോഴാണ് ഭഗവാന്റെ പൂജിക്കുന്ന എന്താ കായൻ്റെ പേര്, അയ്യോ മറന്നുപോയി. ആ കായ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നു. ഇങ്ങനെ ഒരു ഗിഫ്റ്റാണ് ഭഗവാൻ തരുന്നൊരു കായ. അതിൻ്റെ കായ ഞാൻ പിന്നെ പറയാട്ടോ, എന്തോ പേര് മറന്നുപോയി. ഒരു കായാണത്. അത് ഭഗവാൻ കാളുകുടം വിഷം ഇറക്കിയപ്പോൾ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ആ വിഷം പൊട്ടി വന്നതാണ് മരമായിട്ട്. ആ മരമാണത്, ആ കായാണത്, ആ വിഷം. അപ്പോൾ ആ കായ നമ്മൾ പൊതുവേ ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞാൽ, ആ മരത്തിൽ നിന്ന് കിട്ടുന്ന കായ ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ, അഹങ്കാരം, ഈ വിഷാംശമായി നിൽക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഓരോ വിഷാംശം ഉണ്ടല്ലോ, അതൊക്കെ ഭഗവാൻ സ്വീകരിക്കും എന്നാണ്. അപ്പോൾ അത് എനിക്ക് ഗിഫ്റ്റായിട്ട് മാനസരോവറിന് എനിക്ക് കിട്ടി. അത് ഞാൻ പൂജാമുറിയിൽ ഭഗവാന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. അങ്ങനെ 2 കായ കിട്ടിയിട്ടോ, ഒന്ന് പശുപതിനാഥെന്നും ഒന്ന് ഇവിടുന്നും മാനസരോവറിനും. അങ്ങനെ അത് ഞാൻ എടുത്ത് വെച്ചു. നെറ്റിലടിച്ചപ്പോൾ അത് വിഷമുള്ള കായാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തൊടാനോ അത് നെറ്റ് വളർത്താനോ പാടില്ല. അത് ഭഗവാന്റെ അടുത്ത് തന്നെ വെക്കണം. അത്രയും പോയ്സണുള്ള കായാണത്. പക്ഷെ അതെനിക്ക് ഓർമ്മയ്ക്ക് ഭഗവാന്റെ അവിടെ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് ഞാനത് പൂജാമുറിയിൽ വെച്ചു. ഭഗവാന്റെ അടുത്ത് തന്നെ ഉണ്ട്, മഹാദേവൻ്റെ അടുത്ത്. അത് മാനസരോവറിന്ന് ഒഴുകി ഞാൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അത് ഈ അഘോരിമാർ, സന്യാസിമാർ ഭഗവാനെ പൂജിക്കുന്നത് അത്ര. അപ്പോൾ അതിൽ ആ കായ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുങ്കുമവും ഭസ്മം പോലെ ഞാൻ കണ്ടു. ആരും പൂജിച്ചിട്ടതാണ്. പക്ഷെ അതെനിക്ക് ഗിഫ്റ്റായിട്ട് മാനസരോവറിന്ന് കിട്ടിയപ്പോൾ ഞാനത് കയ്യിൽ ആദ്യം നോക്കിയപ്പോൾ വേണോ വേണ്ടേന്ന്. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് പറയുന്ന എടുക്കാൻ. മാനസരോവറിന്നാണല്ലോ അത്, ഭഗവാൻ അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആരെങ്കിലും ദേവന്മാരോ ആരെങ്കിലും പൂജിച്ച കായ് മാനസരോവറിൽ വന്ന് വീണതാണല്ലോ. യഥാർത്ഥത്തിൽ ദേവന്മാർ വന്ന് പൂജിക്കുന്ന സ്ഥലമോ. കാരണം എന്താ വെച്ചാൽ രാത്രി നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും എത്ര തീഗോളം പോലെ നക്ഷത്രം വന്ന് മാനസരസിൽ വീണ് ഇങ്ങനെ. അത് കണ്ണിൽ കാണാൻ തന്നെ ഞങ്ങൾ ഭഗവാനെ ശരിക്കും നിങ്ങൾക്ക് അവിടെ പോയാൽ ശരിക്കും നക്ഷത്രങ്ങൾ 2:15 തുടങ്ങും കുളി. ഒരു 3:30-4 മണിയാകുമ്പോൾ അവരൊക്കെ പോകും. ഓരോ നക്ഷത്രം വരിക പോവുക, അപ്പം തന്നെ അപ്രത്യക്ഷത്തിൽ പോകും. ഓരോ നക്ഷത്രം വന്ന് കുളിക്കുന്ന ദേവന്മാർ. ഉമ്മറത്ത് കൈലാസം ഉണ്ടാവും, ഭഗവാനെ പൂജിക്കുക. അവർ വന്ന് സ്നാനം ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ മാനസരോവറിന് കഴിഞ്ഞ് നമ്മൾ നേരെ കൈലാസത്ത് അടിവാരത്ത് മഹാദേവൻ ഇരിക്കുന്ന അത്ര അടിവാരത്തിന് അടിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഭഗവാനെ രാവിലെ കാണാം, ഉച്ചയ്ക്ക് കാണാം, വൈകുന്നേരം കാണാം. അങ്ങനെയാണ് ഞങ്ങൾ അഷ്ടപദം പിറ്റേ ദിവസം അഷ്ടപദം കാണാൻ പോയത്. അഷ്ടപദം പറഞ്ഞാൽ 8 മോക്ഷം, നമുക്ക് 8 വാതിൽ തുറന്നു തരിക ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അങ്ങനെ ആ 8 വാതിൽ തുറന്ന സ്ഥലമാണ്. പൗർണമി കഴിഞ്ഞാൽ 5-6 ദിവസം മാത്രമേ ആ റീജിയൻ തുറക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി കാണാം. അതിനൊരു ഭാഗ്യം നമുക്ക് ആ റീജിയൻ ഓപ്പണായ സമയത്ത് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിച്ചു. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വേറൊരു ജീപ്പിൽ വേണം അങ്ങോട്ട് പോകാൻ. അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം റിസ്ക് ഉള്ള വഴിയാണ്. അഷ്ടപദം ഭഗവാൻ സാക്ഷാൽ മഹാഗുരുവായ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ അവിടെ എന്താ ഭഗവാൻ ഇരിക്കണം അറിയോ.
ഭഗവാന്റെ ആ കൈലാസം നിന്ന് ഒഴുകി വരുന്ന തീർത്തും ആ നദി അങ്ങനെ ഈ ഒഴുകി വരിക. അതൊന്നും കുറച്ച് കല്ലൊക്കെ ഞങ്ങളിങ്ങനെ കളക്ട് ചെയ്തിട്ട് എടുത്ത്, കാരണം അവരൊക്കെ ഭഗവാന്റെ ആ കല്ലൊക്കെ എത്ര യുഗങ്ങളായിട്ട് ഇരിക്കുന്ന ആ കല്ലെടുത്തിട്ട് അതിൻ്റെ പൂജാമുറി അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ അവിടെ ഈ ഇതൊക്കെ ഞാൻ മുക്കിയിട്ടോ ഇതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അഷ്ടപഥത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ കുറേ ജപിച്ചു. ഭഗവാനെ കൺകുളിർക്ക കണ്ടു, നിറയെ ദർശനം ഭഗവാൻ നന്നായി തന്നു. എത്ര നേരം 1.5 മണിക്കൂറോളം ഭഗവാൻ നന്നായി ദർശനം തന്നു. അങ്ങനെ ഭഗവാനെ കണ്ടു, ദർശിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഭഗവാന്റെ ഓരോ മൂക്കുത്തി കാണാം, പൊട്ട് കാണാം, ശിവനും പാർവതി രൂപം കാണാം, രാവണൻ കൈലാസം എടുക്കാൻ വേണ്ടി കയറ് ചുറ്റിയിട്ടില്ലേ, അതൊക്കെ നന്നായി ദർശിക്കാൻ സാധിക്കും. കയറുകൊണ്ട് ഇങ്ങനെ വലിച്ച ആ ഭാഗം, തൃക്കണ്ണ്, അതിൽ കൂടെയാണ് എന്നും ഭസ്മം പൊടിയുക ഭഗവാന്റെ. നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന ആ കൈലാസം ആ നടുക്ക് കൂടെ ഭസ്മം പൊടിയുന്നത് വിഭൂതി വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അഭിഷേകം, കാർമേഘം വന്നിട്ട് ദേവന്മാർ അഭിഷേകം ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒഴുകി വരും, അഭിഷേകം പോലെ. പിന്നെ ഒരു ഭാഗത്ത് വാസുകി, ഈ ഭഗവാന്റെ ഈ കണ്ടെത്താനല്ലോ വാസുകി, ഇങ്ങനെ ആ ഒരു രൂപം വാസുകിയെ ദർശിക്കാൻ സാധിക്കും. ഇങ്ങനെ കഴുത്തുകൂടി ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കാറില്ലേ, ആ ഒരു പത്തി വിടർത്തിയ ഭാഗം ഒരു ഭാഗം ഇങ്ങനെ ദർശിക്കാൻ സാധിക്കും. പിന്നെ ഒരു ഭാഗം ഓം എഴുതിയത് കാണാം. പിന്നെ ഒരു ഭാഗം എന്തൊക്കെ ഓരോരുത്തർക്ക് ഓരോ രൂപങ്ങൾ ആ മഹാദേവനിലേക്ക് ദർശിക്കാൻ സാധിക്കുക. ഭഗവാൻ ഇങ്ങനെ ഇരിക്കാം. പിന്നെ നന്ദി, ശരിക്കും നന്ദിയും മഹാദേവനും ഒരുമിച്ച് ദർശിക്കാൻ കിട്ടാൻ തന്നെ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ നന്ദി അവിടെ ഇരിക്കുന്നുണ്ട്. കുബേരൻ്റെ കൊട്ടാരം, കുബേരൻ്റെ കൊട്ടാരം എന്താ കൊട്ടാരം ഇരിക്കും. അതൊക്കെ ആ ആ സമയത്ത് നമുക്ക് ഇപ്പോഴും ഉണ്ട്, സ്വർണ്ണമലയാണ്, പക്ഷെ നമ്മുടെ കണ്ണിൽ അത് കാണാൻ സാധിക്കില്ലല്ലോ. കുബേരൻ്റെ കൊട്ടാരം, പിന്നെ നന്ദി ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, ശരിക്കും നന്ദിയുടെ രൂപം പോലെ കാണാൻ സാധിക്കും. അങ്ങനെ ശരിക്കും ആ റീജിയൻ 100-ൽ 10 പേർക്ക് കാണാൻ പറ്റുമെന്ന് പറയില്ല, അങ്ങനെയാണ് നമുക്ക് അവിടെ പോകാൻ സാധിച്ചത്. നമ്മുടെ കൂടെ വന്നാൽ അവിടെ ഉള്ളവർക്ക് ദർശനം കിട്ടിയത്. കാരണം എത്രയോ പൗർണമി കഴിഞ്ഞാൽ എത്ര കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അടച്ചിടുക റീജിയൻ, പിന്നെ തുറക്കില്ല. പിന്നെ അവിടെ ഭയങ്കര, എനിക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിൽ നമുക്ക് പൗർണമി 31-ാം തീയതി ആയിരുന്നു. 1-ാം തീയതി നമുക്ക് ദർശനം അവിടെ, 2-ാം തീയതി നമുക്ക് ദർശനം കിട്ടിയത്, പൗർണമി കഴിഞ്ഞ ഉടനെ. അങ്ങനെ ദർശനം കിട്ടി. അങ്ങനെ അവിടെ കുറേ ജപിച്ചു, ഭഗവാനെ കണ്ടു, കല്ലടുക്കി വെച്ചു. അങ്ങനെ നിറയെ ഭഗവാനെ കാണാൻ കൺകുളിർക്കെ സാധിച്ചു. നമുക്ക് കണ്ണിന്ന് വെള്ളം, ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറയാം. അവിടെയൊക്കെ ഞങ്ങൾ വേറൊരു ഇതിലായിരുന്നു, നമുക്ക് ആനന്ദം കൊണ്ട് മതിമറന്ന് അവിടെ കുറച്ച് പേർക്കൊക്കെ ഞാൻ വീഡിയോ കോളിൽ എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കണ്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ വന്നു. ഇനി പിറ്റേ ദിവസം താല്പര്യമുള്ളവർക്ക് പരിക്രമത്തിന് പോകാം, അല്ലാത്തവർക്ക് റൂമിൽ തന്നെ ഇരിക്കാം. ഞാൻ പോയില്ല, എനിക്ക് ഓക്സിജൻ്റെയും ഇതൊക്കെ കാരണം കൊണ്ട് ഞാൻ പരിക്രമത്തിന് പോയില്ല, അവിടെ റൂമിൽ തന്നെ ഇരുന്നു. അങ്ങനെ രാവിലെ കഴിക്കാൻ പോകുമ്പോൾ ഭഗവാനെ സുഖമായി കാണാൻ പറ്റും. രാവിലെ നേരത്തെ ഭഗവാന്റെ തെളിഞ്ഞു വരും, ഭഗവാൻ ഇങ്ങനെ ഇരിക്കണം കാണാം. ഹോട്ടൽ മുറിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ, ഏറ്റവും ടോപ്പിൽ ഹോട്ടലിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭക്ഷണം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഭഗവാനെ കാണും, ദർശിക്കും, മഹാദേവാ പറഞ്ഞ് വിളിക്കും, അച്ഛാ പറഞ്ഞ് വിളിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തെ 4 മണിക്ക് താഴെ ഒന്ന് ഹോട്ടലിൻ്റെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ എന്നാൽ അങ്ങോട്ട് നിന്ന് ടിബറ്റ് അല്ലേ, ചൈന കാണാൻ കിട്ടുന്ന സമയത്ത് കാണാമല്ലോ, എന്നിട്ട് ഭഗവാന്റെ ആ പരിസരമൊക്കെ ഒന്ന് കാണാൻ പോകും. അപ്പോൾ ഭഗവാനെ കാണും, ഒന്നും കൂടി കാണാൻ തെളിഞ്ഞു വരും ഭഗവാൻ. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ മൂടും. ഞങ്ങൾ അഷ്ടപഥം കാണുമ്പോൾ ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ നമുക്ക് ദർശനം കിട്ടിയെന്ന്. അത് കഴിഞ്ഞു. പിന്നെ കാർമേഘം വന്ന് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ നട അടക്കില്ലേ, അതുപോലെ കർട്ടൻ പോലെ സ്ക്രീൻ പോലെ കാർമേഘം വന്ന് അങ്ങനെ നന്ദി മാത്രം കാണാം, മഹാദേവനെ കാണാൻ പറ്റുന്നില്ല. ശരിക്കും അടച്ച പോലെ കാർമേഘം വന്ന് അങ്ങനെ നമുക്ക് ദർശനം കഴിഞ്ഞു, നട അടച്ചു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നട അടച്ചു. ശരിക്കും അതുപോലെയായിരുന്നു അവിടെ. അപ്പോൾ ചൂല് തട്ടിയത് കാലിൽ. അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇവിടെ പണി. യെസ്, അങ്ങനെ അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ ഭഗവാനെ കണ്ട് ദർശിച്ച്
ആ കർട്ടൻ വന്ന് അടഞ്ഞോടനെ ശരിക്കും കേട്ടോ, ശരിക്കും കർട്ടൻ വന്ന് അടയുന്നത് നമുക്ക് ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആ കർട്ടൻ ഇങ്ങനെ കാർമേഘം വന്ന് അങ്ങനെ കംപ്ലീറ്റ് മൂടി, ഭഗവാനെ എവിടെ കാണാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു ആ ലാസ്റ്റ് നമ്മൾ വണ്ടി കയറുമ്പോൾ നമ്മൾ കണ്ടത്. അത്രയും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. പിന്നെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ റൂമിൽ തന്നെയായിരുന്നു. ചിലവർ 5 പേര് മാത്രം ഒരു കോറ പരിക്രമം ചെയ്യാൻ താല്പര്യമുള്ളവർ പോയി. ഭയങ്കര മഞ്ഞക്കെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അങ്ങനെയുള്ള ഫ്രീസറിൽ കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കും നമ്മളതിന്, അതുപോലെയായിരുന്നു ഞങ്ങളുടെ ഇത്. ശ്വാസം കിട്ടാണ്ട്, ബ്രീത്തിങ് കിട്ടാണ്ടൊക്കെ ഇങ്ങനെ കിതക്കുകയായിരുന്നു. ഇങ്ങനെ കിതക്കുക, ഇങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ബ്രീത്തിങ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇത് കാരണം കൊണ്ട് കുറച്ച് നമുക്ക് വേഗം ഹസ്ബൻഡും മോളൊക്കെ വിളിക്കുമ്പോൾ, നമുക്ക് ചെറിയ മോളൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഒക്കെ നമുക്ക് നാട് ഒന്ന് മിസ് ചെയ്യണ പോലെ നാട്ടിലേക്ക് എത്തിയാൽ മതി എന്നായി. കാരണം ഭഗവാനെ കണ്ടു മതി, പരിക്രമമൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ, ഭഗവാനെ എനിക്ക് നാട് എത്തണേ വേണ്ട, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. ഫുഡില്ലാണ്ടും പിന്നെ ഇവരുടെ മാനേജ്മെൻറ്റ് ശരിക്കും പോരാഞ്ഞിട്ടും ഓരോ ഭാഗത്ത് പിടിച്ചിട്ടിട്ടേ, അതുകൊണ്ട് അങ്ങനെ കുറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ പിന്നെയാണ് ഞങ്ങൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് പരിക്രമം ചെയ്ത് പോയവരൊക്കെ വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ എന്നിട്ട് പിറപ്പിട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പോൾ കയറിയ സമയത്ത് പെട്ടെന്ന് നമുക്കൊരു സങ്കടം, എല്ലാവർക്കും ഒരു സങ്കടം വരും. ഭഗവാൻ ഇനി ഈ ലൈഫിൽ കണ്ടിട്ട് വരികയാണല്ലോ ഭഗവാനെ. അപ്പോൾ ആ വരുന്ന സമയത്ത് ഞാൻ പറയും, ഞാനൊക്കെ പൊട്ടിക്കരഞ്ഞു പോയി പെട്ടെന്ന്. അകക്കണ്ണും ആത്മാവാണ് അത് കരയിക്കാൻ. ആത്മാവ് സന്തോഷിച്ച് തിരിച്ച് മടങ്ങുമ്പോൾ ആ ആത്മാവ് മനസ്സിങ്ങോട്ട് കരയുമ്പോൾ ഞങ്ങളങ്ങോട്ട് കരഞ്ഞ് സാഗയിലേക്ക് പോവുക. ആ പോണ വഴിക്ക് ഞാൻ പറയാം കേട്ടോ, കാരണം ഞങ്ങൾ പകലാണല്ലോ വരുന്നത്. ഞങ്ങൾ പോണ സമയത്ത് കുറച്ച് ഇരുട്ടാവും പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഒക്കെ ആവും. പക്ഷെ വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ അങ്ങനെ വരികയാണല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് കരഞ്ഞു പോകുമ്പോൾ മാക്സിമം നിങ്ങൾ പുറത്തുള്ള ആ കൈലാസം കാണുക. വരുന്ന വഴിക്ക് സാഗയിലേക്ക് വരുന്ന വഴിക്കൊക്കെ ഫുള്ളും നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ കണ്ണിന്. അപ്പോൾ ആ കണ്ണിന് കൊടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ കണ്ണ് നമ്മൾ മാക്സിമം കാണുക. ആ വലിയ കൈലാസ പർവ്വതമൊക്കെ കാണിങ്ങനെ പരന്നു കിടക്കുക. അവിടെയാണ് ഈ അഘോരിമാരൊക്കെ താമസിക്കുന്നത്. അത് ഞാൻ പറയാം, അവിടെ അവർ താമസിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ എവിടെയല്ല, അധികം തിരുവണ്ണാമലൈ മലയിലും ഈ ബോംബെയിൽ അവിടെ ഏതൊരു മലയുണ്ട്, ഹൈദരാബാദ് ബോംബെയിൽ. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ താമസിക്കുന്നത് ഹിമാലയത്തിൽ അവിടെയാണ്. ഒരു രക്ഷയില്ല. അവിടെ എന്ത് അവിടെ ഓരോ രൂപങ്ങൾ കാണറിയും. അത് നിങ്ങളിനി എല്ലാവരും വിളിച്ചത് കാണിച്ചു കൊടുക്കണ്ട. കാരണം നിങ്ങൾക്ക് തന്ന ദർശനം നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക, കാണുക. പലതും കാണും. അനുഭവം കൊണ്ട് നിങ്ങളവിടെ ആനന്ദ കണ്ണീര് വന്ന് വീഴും. നിങ്ങൾ പോഷണാവും കണ്ണീരുകൊണ്ട്. കാരണം നിങ്ങൾ നോക്ക്. കാരണം ആരും അത് പെട്ടെന്ന് അത് വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ദർശനം നിങ്ങൾക്കുള്ളതാണ്. ആരും വിളിച്ച് എത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും എത്ര ഇതാണെങ്കിലും നിങ്ങൾ ആരും വിളിച്ച് കാണിച്ചു കൊടുക്കണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ദർശനം ഭാഗ്യം. അതങ്ങനെയാണ്. കാരണം അതൊന്നും ആരും അങ്ങനെ വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കാനാ? ഫോട്ടോ ഒക്കെ എന്തിനാ അത് എടുക്കണം? അതൊന്നും ആരും വിശ്വസിക്കില്ല. ഫോട്ടോ ഇട്ട് കാണിച്ചു കൊടുക്കണം. അവരൊക്കെ കാണിച്ചു കൊടുത്താൽ അതെയല്ലേ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതാരും വിശ്വസിക്കാനാ? നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം നിങ്ങൾക്കുള്ളതാ. അത് എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ദർശനമല്ല. അത് ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ ദർശനം വിധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ദർശനം നിങ്ങൾ കാണുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ മലയിലും വരുന്ന സമയത്ത് ഇനിയും ഭഗവാൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരും. ചിലപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ആരാ വരിക എന്നും കൂടി അറിയില്ല. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. പല രൂപത്തിലും ഓരോ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രൈവറ്റ് ഡയറിയിൽ ഈ കൈലാസയാത്രയെക്കുറിച്ച് എടുത്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് ഭദ്രമായി എടുത്ത് വയ്ക്കുക. കൈലാസയാത്ര ഓക്കെ. ലൈഫ് ഒന്നേ ഉള്ളൂ. അടുത്ത ജന്മം നമ്മൾ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ചെന്ന് പെടുക എന്നറിയില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു എമൗണ്ട് ആവും. അപ്പോൾ ഒന്ന് പോവുക. നമുക്ക് കിട്ടിയ ചാൻസ് മിസ്സാക്കാതെ. ഇങ്ങനെ ഹിമശൃംഗ 2:45 ഉള്ളൂ. പിന്നെ മോജമ്മയുടെ കൂടെ പോകണമെങ്കിൽ
ചോദിക്കുക, ആ എമൗണ്ട് കൊടുത്ത് നിങ്ങൾ പോവാതിരിക്കരുത്. കാരണം അതങ്ങ് കൈലാസ് യാത്ര പറഞ്ഞ് ചില്ലറപ്പെട്ട കാര്യമല്ല. വേറെ എവിടെയും ഞാൻ അങ്ങനെ എനിക്ക് ഈ യാത്രയ്ക്ക് നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നിങ്ങൾ പോവുക. ഇത് യാത്രയെന്നല്ല, ഇത് നമ്മുടെ വീടാണ്, ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ആരുടെയും പെർമിഷൻ വേണ്ട. നിങ്ങൾ പോവുക, പേടിയോ ഭയോ ഒന്നും വേണ്ട. പിന്നാലോട്ട് ഞാൻ പറഞ്ഞില്ലേ, പിന്നാലത്തെ കയറ് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തെ ആ ഒരു 10-20 ദിവസത്തേക്ക് ഒന്ന് മറക്കുക. നമ്മളൊന്ന് പ്രൊട്ടക്റ്റ്, നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്തതിന് നമുക്ക് പേടി വരില്ല. അതായത് ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ പർച്ചേസ് ചെയ്യുക, അത് ഇത് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് സുരക്ഷിതമാവും. നല്ല ടീമിൻ്റെ കൂടെ പോവുക. ഹിമശൃംഗ അത് വിട്ടതിന് മോജിയമ്മയുടെ കൂടെ. ഞാൻ പിന്നെ ഏത് ടീമിൻ്റെ കൂടെ ഞാൻ പോകാൻ പ്രിഫർ ചെയ്യിപ്പിക്കില്ല. വേറെ ടീം എനിക്ക് അറിയില്ല. ഇതുപോലൊക്കെ ബ്ലോക്കിൽ പെടും, ഫുഡ് കിട്ടില്ല, അത് ഞാൻ പറയാം. പക്ഷേ നല്ല റൂമും ഫെസിലിറ്റീസൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. ബ്ലോക്കിൽ പെടും, ചിലപ്പോൾ 3-4 ദിവസം നമ്മൾ പിടിച്ചിടും ഓരോ ഭാഗത്ത്. അതെന്തിനാ എനിക്ക് അറിഞ്ഞൂടാ. മോക്ഷയുടെ കൂടെയൊക്കെ പോവുക. അത് വിട്ടന്നെ ഈ ഹിമശൃംഗ 245 ഉള്ളൂ. നല്ലൊരു അഫോർഡബിൾ റേറ്റാണ്. ഇനി ഇതിൽ കൂടുതൽ താഴെ റേറ്റൊന്നും ഇല്ല കേട്ടോ, ഉണ്ടാവില്ല. നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല. പിന്നെ ഉണ്ടാവും ഡോമട്രി പോലത്തുള്ള റൂമിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയി വിടും, പൈസ ലാഭിച്ച് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് നല്ലൊരു യാത്ര എല്ലാവരും പോവുക. നമ്മുടെ വീടാണ് കൈലാസം. കൈലാസത്തേക്ക് പോകാൻ ആരുടെ പെർമിഷനോ നാട്ടുകാരുടെ ഒന്നും വേണ്ട. ആരുടെടുത്തും പറയാതിരിക്കുക ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകണമെന്ന്. നിങ്ങൾ ബുക്ക് ചെയ്താലും 1 രൂപ നിങ്ങൾ കൈലാസത്തേക്ക് പോകണമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് 1 രൂപ കെട്ടി വെക്കുക. പോയി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ മാനസരോവറിലേക്ക് വേണ്ടി ഈ പൈസ ഒഴിഞ്ഞ് വെക്കുക. അവിടെ പോകുമ്പോൾ ഈ പൈസ കൊണ്ടുപോയി ആ തീർത്ഥത്തിലിടുക, ആ നദിയിലിടുക. എന്നിട്ട് പരിക്രമം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. ഞാൻ ആരും ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നില്ല. അത് നിങ്ങളുടെ ഹെൽത്ത് പോലെ ഇരിക്കും. ഓരോ പരിക്രമം ചിലപ്പോൾ 2ാമത്തെ പരിക്രമം ചെയ്ത് നമ്മൾ റൂം എത്തുമ്പോഴേക്കും ചിലപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഹാർട്ട് ബീറ്റും അതും ഇതും ടയേർഡും നമുക്ക് വയ്യായ്മയും ഒക്കെ വരാം. ചിലപ്പോൾ ചിലവർക്ക് നല്ല കരുത്തുണ്ടാവും, നല്ല ഹെൽത്ത് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. എന്തിനാ പേടിപ്പെടുത്തണം എന്നൊന്നുമല്ല, ഇതൊക്കെ സംഭവിക്കും.